ഹായ് ഹലോ പ്രിയ പ്രേക്ഷകർ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വിഷയം അത് തന്നെ, തമ്പനയിലിൽ കണ്ടത് തന്നെ, എങ്ങനെയാണ് ഷോർട്ട് വീഡിയോസിൽ നമുക്ക് തമ്പനയിൽ ആഡ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഇതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ഷോർട്ട് വീഡിയോസ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള ആ ഒരു വീഡിയോസിലാണ്. അപ്പൊ അതിന്റെ ലെങ്ത് ഇച്ചിരി കൂടി പോയപ്പോൾ വീഡിയോസിന്റെ, അപ്പൊ അതുകൊണ്ട് ഇത് മാത്രമായിട്ടൊരു വീഡിയോസ് ചെയ്യോ എന്നൊരു റിക്വസ്റ്റ് വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ പ്രധാനമായും നമുക്ക് തമ്പനയിൽ ഷോർട്സിൽ തമ്പനയിൽ രണ്ട് വിധേന കൊടുക്കാം. ഓക്കെ, അന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു തമ്പനയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഷോർട്സിൽ ആഡ് അവസാനം ഒരു ഭാഗത്ത് ചെറുതായിട്ട് വെച്ചിട്ട് അത് നമുക്ക് ചെയ്യാം. മറ്റൊന്ന്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എടുത്തിട്ട് ആ ഭാഗത്ത് എഴുതി ഉണ്ടാക്കിയിട്ട് നമുക്ക് തമ്പനയിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ രണ്ട് രൂപത്തിൽ നമുക്ക് തമ്പനയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഈ തമ്പനയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. വലിയ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് പ്രൈവറ്റ് ആക്കിയോ അൺലിസ്റ്റഡ് ആക്കിയോ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് കസ്റ്റം തമ്പനയിൽ ഉള്ളത് എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ തമ്പനയിൽ വലിയ വീഡിയോസിനൊക്കെ മെയിൻ വീഡിയോസിനൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഷോർട്ട് വീഡിയോസിനെ അങ്ങനെ കാണരുത്. നിങ്ങൾ ആ വീഡിയോസ് ഇവിടുന്ന് അൺലിസ്റ്റഡ് ഒക്കെ ആക്കിയതിനു ശേഷം അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കസ്റ്റം തമ്പനയിൽ കാണില്ല. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഒരു തമ്പനയിൽ ഉണ്ടാക്കാൻ നമുക്ക് ഷോർട്സിൽ പറ്റില്ല എന്നുള്ളതാണ്. ഷോർട്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമോ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു ഭാഗമോ ഷോർട്സിൽ തന്നെ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പലരും അങ്ങനെയാണ്. പലരും ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള, അപ്പൊ അതിലുള്ളവരൊക്കെ ചോദിക്കും, നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ പോയല്ലോ, അവിടെ പോയിട്ട് തമ്പനയിൽ കാണുന്നില്ല, എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഷോർട്സിൽ തമ്പനയിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു വിവരം ഇത് അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ഷോർട്ട് വീഡിയോസ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് വീഡിയോസ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇത് ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, അതായത് നമ്മൾ പബ്ലിക് ആക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റെപ്പാണത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമോ നമുക്ക് തമ്പനയിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ വലിച്ച് നീട്ടുന്നില്ല. നിങ്ങൾക്ക് ആ രണ്ട് മെത്തേഡും ഞാൻ പറഞ്ഞു തരാം. ഏതായാലും നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറക്കുന്നു. യൂട്യൂബ് എന്നുള്ളത് തുറന്നതിന് ശേഷം ഷോർട്സ് എന്നുള്ള അവിടെ നോർമലി എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ ഞെക്കുന്നു. എന്നിട്ട് നമ്മുടെ വീഡിയോസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിനുശേഷം നോർമലി നമ്മൾ എങ്ങനെ ഡൺ എന്നുള്ള ഒരു ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഡൺ എന്നുള്ള ബട്ടൺ ഞെക്കുന്നു. അപ്പോൾ അങ്ങനെ ആ വീഡിയോസ് ഇങ്ങനെ പ്രോസസ്സായി ആ റൗണ്ട് ഇങ്ങനെ കറങ്ങി തീരുമ്പോൾ വീഡിയോസ് നേരെ നമുക്ക് ആഡ് സോങ്സിനുള്ള ഒരു സെക്ഷൻ വരും. അപ്പോൾ അവിടെ നമ്മൾ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആഡ് സോങ്സ് ഞാൻ സെലക്ട് ചെയ്യും. ഞാൻ ഇവിടെ സോങ്സ് സെലക്ട് ചെയ്യുന്നത്, സോങ്സ് എൻ്റെ വോയിസ് ഓൾറെഡി അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വോയിസ് നിങ്ങൾക്ക് കേൾക്കണ്ട എന്ന് കരുതി മ്യൂട്ട് ചെയ്തതാണ്. ഞാൻ അവിടെ നിന്ന് ഒരു സോങ്സ് എടുത്തു. ഈ സോങ്സും എൻ്റെ വോയിസും കൂടെ ഞാൻ മിക്സ് ചെയ്യണം. അതായത് എൻ്റെ സോങ്സും കേൾക്കണം, എൻ്റെ വോയിസും കേൾക്കണം. അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഞാൻ സോങ്സ് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ സോങ്സ് സെലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ സോങ്സ് സെലക്ട് ചെയ്തപ്പോൾ എൻ്റെ ഇതെങ്ങനെ കേൾക്കുന്നു നോക്കാം. ഇല്ല, കാണുന്നില്ല. മ്യൂസിക് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കണം, മ്യൂസിക്കും കേൾക്കണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഒരു ഐഡിയ, ഈ ഒരു സംഭവം കൊളാബ് എന്ന്. അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് എല്ലാ വീഡിയോസിലും, ഷോർട്ട് വീഡിയോസിൽ മാത്രമല്ല കൊളാബ് ചെയ്യുന്ന വീഡിയോസിലും ഗ്രീൻ സ്ക്രീൻ വീഡിയോസിലും കട്ട് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാം. ഇത് അങ്ങോട്ട് കണ്ടില്ല, മേലെ യുവർ ഓഡിയോ, അടിയിൽ യൂട്യൂബിൻ്റെ മ്യൂസിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ കൊളാബ് ചെയ്യുന്ന വീഡിയോസിലും പിന്നെ ഗ്രീൻ സ്ക്രീനിലൊക്കെ ഇത് പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊന്ന് കേട്ട് മനസ്സിലാക്കുക. മിസ്സായി പോയതാണ്. ഇതാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത് അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ അതും ചെയ്തു. ഇനിയും നമ്മൾ ഈ ഒരു ഇതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല, ഇങ്ങനെ തമ്പനയിൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ ഉള്ളൂ കേട്ടോ. പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണെന്നറിയാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ഞെക്കുന്നതോടുകൂടി ഇങ്ങനെ വരും. കണ്ടില്ലേ, ഈ അവിടെ ഒരു നെക്സ്റ്റ് എന്ന് കാണുന്നില്ല. ഈ നെക്സ്റ്റ് എന്നുള്ളത് ഞെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഷോർട്ട് വീഡിയോസ് നിങ്ങൾ പബ്ലിക് ആക്കി പോകരുത് കേട്ടോ. ഇവിടെയാണ് നമുക്ക് തമ്പനയിൽ ചെയ്യേണ്ടത്. അവിടെ ഒരു പാനയുടെ ചിഹ്നം കാണുന്നില്ലേ, അവിടെ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. പടിയിലേക്ക് നോക്കി നിങ്ങളെല്ലാവരും, അടിയിൽ നമുക്ക് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ ഫോട്ടോ എവിടെ വേണം എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും.
എവിടെ വേണമെന്നുള്ളത്. മുകളിൽ എ എന്ന് കാണുന്നില്ല, ഒരു വലിയ ഒരു എയും ചെറിയൊരു എയും എന്നുള്ളത്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഞെക്കിക്കഴിഞ്ഞാൽ ക്യാപ്ഷൻ എഴുതാൻ. ഓക്കെ, ഇവിടെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞെക്കിന്ന് വെക്കും. അപ്പോൾ നമുക്കവിടെ ഇങ്ങനെ വരും, എങ്ങനെ ഇതാ ഈ കാണുന്ന പോലെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏത് കളറും എടുക്കാം കേട്ടോ. ഞാനൊരു യെല്ലോ കളറാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനിന്ന് ഒരു ടൈപ്പ് ചെയ്യാം, അവിടെ തന്നെ നമ്മൾ കീബോർഡ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്യാണ്. എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസിൽ നമുക്ക് എങ്ങനെ തമ്പനെയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനവിടെ അടിച്ചിട്ടുള്ളത്. എന്നിട്ട് 2 വിധത്തിൽ തമ്പനെയിൽ ഉണ്ടാക്കാം എന്നുള്ളതും ഞാൻ അവിടെ 2 വിധത്തിൽ പറയുന്നു. ഓക്കെ, ഇതും ഞാനിവിടെ അടിച്ചു വെച്ചു. ഇതിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് മാറ്റട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അവിടെ ഞാൻ തമ്പനെയിൽ എഴുതിയ തെറ്റാണ്, ഞാനത് പിന്നെ തിരുത്തും. ഓക്കെ, അപ്പോൾ 2 വിധത്തിൽ എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണ്ടില്ല, ഇതിൻ്റെ കളേഴ്സ് നമുക്ക് ഞാൻ റെഡ് കളറാക്കാം. അതുപോലെ തന്നെ ഇനി വേറെ കളറിലേക്ക് പോകാം. വൈറ്റ് കളറാക്കാം. ഇനി ബ്ലാക്ക് ആക്കണോ? ബ്ലാക്ക് ആക്കാം. കണ്ടില്ലേ? ഇനി നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു കളർ ഇപ്പോൾ ഏതെടുക്കുക? ബ്ലൂ കളറാക്കാം. ഇങ്ങനെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ആ മുകളിലൊരു എന്ന് കാണുന്നുണ്ട്, അവിടെ നിങ്ങൾ ഞെക്കിയാൽ പല ടൈപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുമായ ഒരു 2-3 ടൈപ്പ് ഇതും കൂടെ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. ഏത് നമ്മുടെ ഫോണ്ടും നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മുകളിലുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ഞെക്കി നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഏതായാലും ഞാൻ ഇത് ഇവിടെ സെറ്റ് ചെയ്യാണ്. അക്ഷരത്തെറ്റൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഞാനിപ്പോൾ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചാൽ മേലുള്ള ടിക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇത് ഓക്കെ ആയിട്ടോ. ഇനി ഞാൻ വേറൊരു മെത്തേഡും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒന്നുമല്ല, നമ്മൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തിൽ നമ്മളൊരു ഉണ്ടാക്കിയ തമ്പനയിൽ കൊടുന്ന് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ പേനയുടെ ചിഹ്നം ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഉണ്ടാക്കി കൊടുന്ന് വെച്ചതിൻ്റെ മുകളിൽ ഞെക്കിയാൽ അത് നമുക്ക് തമ്പനയിലായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. പഴയ ഒരു മെത്തേഡാണ്. ആ ഒരു മെത്തേഡും ഈ കാണുന്നൊരു പുതിയ മെത്തേഡും. ഓക്കെ, ഇത് രണ്ടുമാണ്. ഇനി നോർമൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന പോലെ അൺലിസ്റ്റഡ് ആക്കിക്കൊണ്ട് അപ്ലോഡ് ചെയ്യുക. പ്രിയപ്പെട്ടവർ, അപ്പൊ ഇതേ ഉള്ളൂ. പക്ഷെ ഈ ഷോർട്സിൽ തമ്പനയിൽ നേരിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു. നമ്മൾ നോർമൽ വലിയ വീഡിയോസ് ചെയ്യുന്ന പോലെ ഒരിക്കലും ഷോർട്ട് വീഡിയോസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്ലോഡ് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നോടിയാണെന്നുള്ളത് ഒന്നും കൂടെ നിങ്ങളെ മെമ്മറിയിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു വന്നു. ഈ ഷോർട്സിന്റെ ഏറ്റവും നല്ലൊരു ഭാഗം എന്ന് വെച്ചാൽ ജനങ്ങൾക്കൊരു സ്ക്രാച്ച് ആകുന്ന, അല്ലെങ്കിൽ ജനങ്ങൾ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗം, പെട്ടെന്ന് കണ്ടാൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ഭാഗത്ത് എഴുതിയിട്ട് എന്താണോ നല്ല അവരെ അട്രാക്ഷൻ തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും എഴുതി വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഈ തമ്പനയിൽ ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ഏറ്റവും മെത്തേഡ്. ഇനി ഇതൊന്നുമല്ല, എനിക്ക് ഇതല്ലാതെ മറ്റൊരു ഫോട്ടോ ആഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതേ മെത്തേഡ് തന്നെ, ഇതേപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ആദ്യം തമ്പനയിൽ ഉണ്ടാക്കുന്നത്, താക്കുമ്പോൾ ഈ ഷോർട്സിന്റെ ആ ഒരു പാറ്റേൺ എടുത്തിട്ട് അതിൽ തമ്പനയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് അത് ഇവിടെ കൊടുന്ന് ആഡ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അത് പല രൂപത്തിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതിൽ എഴുതി വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം. അല്ലെങ്കിൽ അത് 2 ടൈപ്പിൽ ചെയ്യാം നിങ്ങൾക്ക്. അതിപ്പോ അങ്ങനെ ആരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഇങ്ങനെ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കുള്ള വീഡിയോസിന്റെ തന്നെ പ്രധാനപ്പെട്ട ഭാഗം എടുത്തിട്ട് അവിടെ എഴുതി വെച്ചിട്ടൊക്കെയാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. ഇനി അതല്ല, ആ ഒരു ഫോട്ടോ വേറൊരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇതുപോലെ ചെയ്യാം. നിങ്ങൾ പുറത്തുനിന്നുണ്ടാക്കിയ തമ്പനയിലാണ് വേണ്ടതെന്നെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചെറിയ നമ്മുടെ ഏത് സൈസ് 9:16 എന്നുള്ള ഷോർട്സ് സൈസിൽ തന്നെ നിങ്ങൾ അത് റെഡി ആക്കിയിട്ട് വീഡിയോസിന്റെ 1 സെക്കൻഡിന്റെ ഇതിലൊക്കെ അവിടെ അവസാനത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഒന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ എന്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പോവുമായിരുന്നു. കാരണം എനിക്കറിയാം ഇതൊന്നും ഇപ്പൊ ഇവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. കാരണം ആ സമയത്ത് മോണിറ്റൈസേഷൻ ആയവർക്ക് എങ്ങനെ വരുമാനം എന്നുള്ളതായിരുന്നു എന്റെ വീഡിയോസിൽ അധികവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാണ് ഒരുപാട് ജനങ്ങൾ, കാരണം 1000 ചാനൽ ഉണ്ടെങ്കിൽ അതിൽ 50 ചാനൽ മാത്രമേ മോണിറ്റൈസേഷൻ ആയ ചാനലുള്ളൂ. ബാക്കി 950 ചാനലുകളും മോണിറ്റൈസേഷൻ അല്ല എന്നുള്ള പഠനമാണ്, ഗൂഗിളിന്റെ പഠനം തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വീഡിയോസ് ഇടേണ്ടത് യൂട്യൂബിൽ പുതുതായി വരുന്നവർക്ക് വേണ്ടിയാണ്, അല്ലാതെ മോണിറ്റൈസേഷൻ ആയവർക്ക് വേണ്ടിയല്ല. അതുമല്ല, മോണിറ്റൈസേഷൻ ആയവർ ഇതിനെക്കുറിച്ച് ഏകദേശം ധാരണകളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോസ് പുതുക്കക്കാർക്ക് വളരെയധികം ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. ഒരു നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.